നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഈ ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമിയോടും അന്തരീക്ഷത്തോടും സർവചരാചരങ്ങളോടും കൃതജ്ഞത രേഖപ്പെടുത്തുക. ഭൂമി മാതാവിന്റെ ഹീലിംഗ് എനർജി കാലുകളിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായും ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും ഓരോ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയതായി അനുഭവിക്കൂ. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. സ്നേഹം ഹൃദയത്തിൽ നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനത്തിലിരിക്കാം. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മെഡിറ്റേഷൻ സിസ്റ്റത്തിന്റെ ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിന്റെ പ്രത്യേകത ഗുരുനാഥനിൽ നിന്ന് ലഭിക്കുന്ന ട്രാൻസ്മിഷൻ പ്രാണാഹുതി ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തു. പ്രാണസ്യ പ്രാണൻ, ജീസസ് ക്രൈസ്റ്റ് ജീവന്റെ ജലം എന്ന് വിളിക്കുന്നു. നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ജീവൻ വേണം. ആ ജീവനാണ് എല്ലാത്തിനും വില കൊടുക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ജീവൻ ഇല്ലെങ്കിൽ ശരീരത്തിന് തന്നെ വിലയില്ല. ഭാര്യ വിഭ്രതി തസ്മിൻ കായേ എന്ന് ശങ്കരാചാര്യർ പറയുന്നുണ്ട്. ഭാര്യ കൂടി പേടിക്കുന്നു, വേഗം കൊണ്ട് ദഹിപ്പിക്കുകയാണ്. കാരണം ആ ബോഡി പിന്നെ പ്രയോജനമില്ല. എനിക്ക് ജീവൻ ഉണ്ടെങ്കിലേ എൻ്റെ സ്വത്തിന് എന്തെങ്കിലും വാല്യൂ ഉള്ളൂ. ജീവനാണ് എല്ലാത്തിനും വാല്യൂ കൊടുക്കുന്നത്. അപ്പൊ ആ ജീവനിലേക്ക് ഒഴുകി വരുന്ന പ്യൂറായിട്ടുള്ള സ്നേഹത്തിന്റെ പ്രവാഹം, അതിലേക്ക് കണക്ട് ചെയ്ത് ആ സ്നേഹത്തിൽ തന്നെ ജീവിക്കുക. അതാണ് സ്നേഹത്തിന്റെ പാത. സ്നേഹത്തിൽ കൂടുതൽ 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 ഉയരുക. എല്ലാം ഉൾക്കൊള്ളുന്ന പരിപൂർണമായിട്ടുള്ള സ്നേഹം, ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുക. അതാണ് പാത്ത് ഇസ് ദ ഗോൾ എന്ന് മഹാത്മാഗാന്ധിജി സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ പോകുന്ന വഴി സ്നേഹത്തിന്റെ വഴി തന്നെയായിരിക്കണം. ആരെയും വേദനിപ്പിക്കാതെ, ഹേർട്ട് ചെയ്യാതെ, നമ്മൾക്ക് ആഗ്രഹങ്ങൾ കുറച്ച് 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 കൊണ്ടുവന്നു
സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു ജീവിതം. നിലനിൽക്കാനായിട്ട് ഒരുപാട് സാധനങ്ങൾ വേണം എന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകുന്നു. സന്യാസിയുടെ കൗപീനം എന്നുള്ള ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സന്യാസി തപസ്വിയായിരുന്നു. അദ്ദേഹം കുളിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൗപീനം ഒരു എലി കടിച്ചു തിന്നുന്നു. അപ്പൊ ഈ എലിയെ ഓടിക്കാനായിട്ടൊരു പൂച്ചയെ വളർത്തുക. ഈ പൂച്ച എല്ലാ ദിവസവും കരയുമ്പോൾ പൂച്ചയ്ക്ക് പാല് കൊടുക്കണം. അപ്പൊ അടുത്ത വീടുകളിൽ പോയിട്ട് പാല് ചോദിക്കും. അപ്പൊ അടുത്ത വീട്ടുകാര് പറയാൻ തുടങ്ങും, അങ്ങേക്ക് ഒരു പശുവിനെ വാങ്ങിക്കൂടെ, എന്തിനാ ഞങ്ങളോട് എല്ലാ ദിവസവും വന്ന് ചോദിക്കണം. അങ്ങനെ സന്യാസി ഒരു പശുവിനെ വാങ്ങും. ഈ പശുവിനെ നോക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പൊ സന്യാസി വിവാഹവും കഴിക്കും. അങ്ങനെ സന്യാസി വീട് വെച്ച് ഗൃഹസ്ഥനാവും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ പുരോഗമിക്കുന്നത്. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ നീഡ്സ്, സഹജമാർഗത്തിലെ ഗുരുനാഥനായിട്ട് ബാബുജി മഹാരാജ് പറയുന്നത് നീഡ്സ് ആൻഡ് വാണ്ട്സ് അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നാണ്. വെള്ളം, ഭക്ഷണം, പാർപ്പിടം എല്ലാം നമുക്ക് ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങളിൽ നമ്മൾ ക്രമേണ ആഗ്രഹങ്ങളിലേക്ക് പോകും, വാണ്ട്സിലേക്ക് പോകും. വീട് വെക്കാൻ തുടങ്ങുമ്പോൾ കുറച്ചുകൂടി വലുതാക്കാം. നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അത് പോരാ, കുറച്ചുകൂടി വലുതാക്കാമെന്ന് തോന്നുകയാണ്. അതുപോലെ തന്നെ ദാഹിക്കുമ്പോൾ വെള്ളം കുടിച്ചാൽ പോരാ, നമുക്ക് എന്തെങ്കിലും ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് വേണം, തണുത്തത് വേണം. ഭക്ഷണത്തിന്റെ ന്യൂട്രീഷൻ നോക്കാതെ ഭക്ഷണത്തിന്റെ വാസന, ടേസ്റ്റ്, അതിലുപരി ഭക്ഷണം നൽകുന്ന അന്തരീക്ഷം. നമ്മൾ വലിയ ഹോട്ടലിലൊക്കെ പോയി നോക്കിയാലേ അന്തരീക്ഷം, ചെറിയൊരു പാട്ടിങ്ങനെ വെച്ചിട്ടുണ്ടാവും, ഡിം ആയിട്ടുള്ള ലൈറ്റ്. ഒരുപക്ഷെ ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയെ മറച്ചു വെക്കാനായിരിക്കാം, നമുക്കറിയില്ല. അപ്പോൾ ന്യൂട്രീഷൻ എന്നുള്ള ക്വാളിറ്റി വിട്ടിട്ട് ടേസ്റ്റ് കടന്നു, പിന്നെ സ്മെല്ല് വന്നു, കാഴ്ച വന്നു, ശബ്ദം വന്നു. ഇതൊന്നും ഭക്ഷണമായിട്ട് യാതൊരു ബന്ധമില്ല. എന്നിട്ട് അതിനു വേണ്ടി നമ്മൾ ഒരുപാട് പൈസ ചെലവാക്കും. നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എത്രയോ 1000 ഇരട്ടി പൈസ നമ്മൾ 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ ചെലവാക്കും. എന്നിട്ട് വല്ല രോഗവും ചിലപ്പോൾ പിടിക്കും. നമ്മൾ താമസിക്കുന്ന മുറി ആദ്യം എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്ന് കഴിക്കുന്നു, പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരവരുടെ മുറികൾ, ബാത്ത് അറ്റാച്ച് മുറി, ഭക്ഷണം റൂമിൽ കൊണ്ടുപോയി കഴിക്കാൻ തുടങ്ങുന്നു. അവരവരുടെ ശമ്പളം അവരവരുടെ ലോക്കറിൽ വെക്കുന്നു, സെപ്പറേറ്റ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നു. ഓരോരുത്തർ അവരവരുടെ മൊബൈലില് പാസ്വേഡിന് ലോക്ക്. ഒരാൾക്ക് വേറെ ആളുടെ മൊബൈല് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയുടെയും മൊബൈൽ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്. അങ്ങനെ പരസ്പര വിശ്വാസം ഇല്ലായ്മ. അപ്പൊ ഇതാണ് സിംപ്ലിസിറ്റിയിൽ നിന്ന് കോംപ്ലക്സിറ്റിയിലേക്കുള്ള യാത്ര. അത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം. കാരണം ഇതൊക്കെ നിലനിർത്തണ്ടേ, നമ്മൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ നിലനിർത്തണം. അപ്പൊ ലൈഫിനെ സിംപ്ലിഫൈ ചെയ്യാതെ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഉയർച്ച ലഭിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. മെന്റൽ സ്ട്രെസ് അല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവസാനം സമാധാനം ഇല്ലാണ്ട് ആവുകയാണ് ഇതൊക്കെ ചെയ്തിട്ട്. സഹജമാർഗത്തിലെ ഗുരുനാഥനായിട്ട് ചാരിജി മഹാരാജ് പറയാറുണ്ടായിരുന്നു, പൈസ ഒരുപാട് ഉണ്ടാക്കുന്നു, എന്നിട്ട് ആ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി സെക്യൂരിറ്റിക്ക് വേണ്ടി വേറെ പൈസ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ലൈഫിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യം. എന്താണ് ഈ സിംപ്ലിസിറ്റി, ലാളിത്യം? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. യഥാർത്ഥ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആസ് ഇറ്റ് ഇസ് എന്നാണ് ബാബുജി മഹാരാജ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് എന്താണോ അത് തന്നെയായിട്ട് നിലകൊള്ളുന്നതാണ് സിംപ്ലിസിറ്റി. അതിന് വേറൊന്നും ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കാനായിട്ട് വായു വേണം, ഭക്ഷണം വേണം, വെള്ളം വേണം എന്നൊക്കെ പറയുന്നു. പക്ഷെ ഈ ഭക്ഷണവും വെള്ളവും വായുവും എല്ലാം ഉപയോഗിക്കണമെങ്കിൽ ഒരു ജീവൻ വേണം. ജീവനാണ് സിമ്പിള്. നമ്മുടെ ഈ കാണുന്നതിനേക്കാളും സിമ്പിൾ ജീവനാണ്. കാരണം ജീവൻ ഒരു സെല്ലിലേക്ക് പ്രവേശിച്ച് ശരീരം മുഴുവൻ ഉണ്ടാക്കുന്നു. ശരീരം ഡിസ്ട്രോയ് ചെയ്താലും ജീവൻ അവിടെ തന്നെ ഉണ്ട്, ജീവൻ പോകുന്നില്ല. അപ്പൊ ജീവന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ ആവശ്യമില്ല. നമ്മൾ
തിരിച്ചാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് ജീവിക്കണം, ഒരുപാട് സാധനങ്ങൾ വേണം. ജീവിക്കണമെങ്കിൽ ജീവനാണ് വേണ്ടത്. ആ ജീവന് നിലനിൽക്കാൻ എന്താ വേണ്ടത്? ജീവന് നിലനിൽക്കാൻ സ്നേഹമാണ് വേണ്ടത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും സ്നേഹമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ സാധിക്കാതെ വരുന്നു. ചിലരും എല്ലാ സൗകര്യത്തിനിടയിലും ഡിപ്രഷൻ അനുഭവിക്കുന്നു. കാരണം ബിലോങ്ങിങ്നെസ് ഇല്ല. അപ്പൊ ആവശ്യങ്ങളുടെ പട്ടികയിൽ അടുത്ത ലെവൽ ബിലോങ്ങിങ്നെസ് ആണ് എന്ന് സയന്റിഫിക് ആയിട്ട് തെളിഞ്ഞു. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും വേണ്ടി, അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്, എന്നെ എല്ലാവർക്കും ആവശ്യമുണ്ട് എന്നൊരു ബിലോങ്ങിങ്നെസ്, കുടുംബത്തിൽ എന്നെ ആവശ്യമുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്ലേസ് എന്നെ ആവശ്യമുണ്ട്. ബിലോങ്ങിങ്നെസ്സിൽ നമ്മൾ അധികം കാലം വർക്ക് ചെയ്യില്ല. ഇനി ബിലോങ്ങിങ്നെസ് മാത്രം മതിയോ? അത് പോരാ എന്നും സയൻസ് പറയുന്നു. സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളൊരു സ്റ്റേറ്റ് ഉണ്ട്. നമ്മൾക്ക് നമ്മുടെ ക്രിയേറ്റീവ് ടാലൻസിനെ പ്രകടിപ്പിക്കാൻ സാധിക്കണം. ഇപ്പൊ ഞാനൊരു ഡോക്ടർ ആണെങ്കിലും എൻ്റെ ഒരു കഴിവ് പ്രകടമാക്കുന്ന രീതിയിൽ ഉള്ള അന്തരീക്ഷം എനിക്ക് വേണം. എനിക്ക് എൻ്റെ ക്രിയേറ്റീവ് ടാലന്റ് പ്രകടിപ്പിക്കണം. എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കും. നമ്മളെ ആരോ കൺട്രോൾ ചെയ്യുന്ന പോലെ ഒരു ജീവിതം നമുക്ക് അധികകാലം പറ്റില്ല. നമ്മൾ അങ്ങനത്തെ രാജ്യങ്ങളെ പറ്റി കണ്ടിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു, പക്ഷെ ആൾക്കാർ സംതൃപ്തരല്ല. കാരണം ഒരേ മുറി, ഒരേ ടൈപ്പ് സൗകര്യങ്ങൾ. അവര് പറയും, രാജ്യം പറയും എന്താണ് ചെയ്യേണ്ടത്. എനിക്ക് പാട്ട് പാടണമെന്ന് ആഗ്രഹം, പക്ഷെ രാജ്യം പറയും നീ എഞ്ചിനീയർ ആവണം. വീടുകളിൽ തന്നെയാണ്, കുട്ടിക്ക് ആഗ്രഹം ആർട്ടിസ്റ്റ് ആവണമെന്നായിരിക്കും, പക്ഷേ പാരൻസ് പ്രഷറൈസ് ചെയ്യുന്നു. പാട്ട് ഇതുകൊണ്ട് കാര്യമില്ല, നമുക്ക് പൈസയാണ് വേണ്ടത്. അപ്പൊ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പഠിക്കുന്നു, ഫോറിനിലേക്ക് പോകുന്നു, പല പല കാര്യങ്ങളും, പക്ഷേ സന്തോഷം അനുഭവിക്കില്ല. എന്തുകൊണ്ട്? ക്രിയേറ്റീവ് വാസന സപ്രസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, കുട്ടിക്കാലത്തിന് സപ്രസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് വേറൊരു ദിശയിൽ ഡയറക്റ്റ് ചെയ്യാൻ ബാഹ്യ ശക്തികൾ ശ്രവിക്കുകയാണ്. ക്രിയേറ്റീവ് ടാലന്റ് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആനന്ദം ഉണ്ടാകുന്നു. അങ്ങനെ ആനന്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തി ഏത് ഒരു പ്രവൃത്തിയിലും കൂടുതൽ കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കും. ഇപ്പൊ ക്രിയേറ്റീവ് ടാലന്റ് ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ സ്നേഹം വേണം. നമ്മൾ മനസ്സിലാക്കാം എന്താണ് ഇയാൾക്ക് നല്ലത്. അപ്പൊ ആ സ്നേഹമുള്ള അന്തരീക്ഷമാണ് ശരിക്കും ജീവന്റെ പ്രകടനത്തിന് ആവശ്യം. ജീവന്റെ സാധ്യതകൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പോസിബിലിറ്റീസ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ സാധ്യതകളുണ്ട്. അപ്പൊ ജീവനും സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ മാനിഫെസ്റ്റ് ചെയ്യാൻ അതിന്റെ സ്നേഹം വേണം. അപ്പൊ വീണ്ടും സ്നേഹം കടന്നു വരുന്നു. സ്നേഹമാണ് ഇമ്പോർട്ടന്റ്. ഈ സ്നേഹം നിറഞ്ഞ അന്തരീക്ഷമുള്ള ഒരു ലോകം, പ്രപഞ്ചം. ഈ പ്രപഞ്ചങ്ങളെല്ലാം നിലനിൽക്കുന്ന എന്തിലാണ്? ഈ പ്രപഞ്ചങ്ങൾക്കും ഒരു സാധ്യതയുണ്ട്. ആ പ്രപഞ്ചത്തിന്റെ സാധ്യത അതേപോലെ എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിലും അവിടെയും വേണ്ടത് ഹാർമണിയും സ്നേഹവുമാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തിൽ ശരിക്കും അതിന്റെ വളർച്ച വേണമെന്നുണ്ടെങ്കിൽ ഹാർമണി, സ്നേഹം, ഇതൊക്കെയാണ് വേണ്ടത്. നമുക്ക് രാജ്യത്തിനെ പറ്റി നോക്കിയാൽ അറിയാം. അതിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. എല്ലാവർക്കും സമാധാനവും ശാന്തിയും, എല്ലാവരും പരസ്പര ധാരണ, എല്ലാവരും ബ്രദർഹുഡിൽ ജീവിക്കുക. നമ്മുടെ പ്ലഡ്ജൊക്കെ പറയുന്നുണ്ട് സാഹോദര്യം, സ്നേഹം, സഹിഷ്ണുത, ഇതൊക്കെയാണ് അടിസ്ഥാനം. അപ്പൊ അവിടെയും സ്നേഹം കടന്നു വരുന്നു. അപ്പൊ ഇതൊരു ഇൻഫിനിറ്റ് റിഗ്രഷനായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അവസാനം നമ്മൾ എത്തിച്ചേരേണ്ടത് സ്നേഹത്തിൽ തന്നെയാണ്. ഏറ്റവും ലാളിത്യമുള്ളത് സ്നേഹമാണ്. സ്നേഹത്തിന് നിലനിൽക്കാൻ വേറൊന്നും ആവശ്യമില്ല. ഏറ്റവും ഉയർന്ന പരിശുദ്ധമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, പരിപൂർണ സ്നേഹം എന്ന് പറയാം. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ പാത്ത് എന്താണ്? നമ്മുടെ പാതയും സ്നേഹത്തിന്റെ പാതയാണ്. അതുകൊണ്ടാണ് പാത്ത് ഇസ് ദ ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ജീവിതത്തിൽ മുന്നേറുമ്പോൾ നമ്മൾ എപ്പോഴും സ്നേഹത്തിന്റെ ആ കണക്ഷൻ നമ്മുടെ ഉള്ളിൽ വെക്കണം. അതാണ് കുടുംബ ബന്ധങ്ങൾ വേണം, സ്നേഹബന്ധങ്ങൾ നിലനിർത്തണം എന്നൊക്കെ പറയുന്നു. അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവനെ നിലനിർത്തുന്ന ആ സ്നേഹത്തിന്റെ സ്രോതസ്സുമായിട്ട് ബന്ധം നമ്മൾ നിലനിർത്തണം. അവിടെയാണ് ഹാർട്ട്ഫുൾനെസ് നമ്മളെ സഹായിക്കുന്നത്. യഥാർത്ഥമായിട്ടുള്ള ആ സ്നേഹത്തിന്റെ സ്രോതസ്സിലേക്ക് നമ്മളെ കണക്ട് ചെയ്യാം. എന്ത് ചെയ്യുമ്പോഴും ഞാൻ അതിനോട് പൊരുത്തപ്പെട്ടിട്ടാണ് പോകുന്നത്, അതിനോട് റെസണേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് എന്നെനിക്ക് സ്വയം കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ കൂടുതൽ കൂടുതൽ സിംപ്ലിഫൈഡ് ആവുന്നു, കൂടുതൽ കൂടുതൽ പ്യൂരിഫൈഡ് ആവുന്നു. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആഗ്രഹങ്ങൾ ഇല്ലാതെയാവും. അപ്പോൾ യോഗ സിസ്റ്റംസിൽ
ഡിസയേഴ്സിനെ ഒഴിവാക്കാൻ പറയുന്നുണ്ട്. ഡിസയേഴ്സ് ആണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പല ഫിലോസഫീസും പറയുന്നു. പക്ഷെ നമുക്ക് പറ്റാത്ത എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് ലക്ഷ്യം അറിയില്ല. സഹജമാർഗം അതിന്റെ റൂട്ട് തന്നെ ക്യാച്ച് ചെയ്യാം. ഹാർട്ട്ഫുൾനെസ് സഹജമാർഗം റൂട്ടിൽ ക്യാച്ച് ചെയ്യാം. നേരെ നമ്മൾ കണക്ട് ചെയ്യുക ആദ്യം തന്നെ. എന്നിട്ട് ആ ഒരു കണക്ഷനിൽ നിന്നുകൊണ്ട് ജീവിക്കുക. അപ്പൊ അറിയാതെ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾ ജീവിതത്തിലും ഇല്ലാതെ പോകും എന്ന് വെച്ച് ഭയപ്പെടേണ്ടതില്ല. ഈ സിംപ്ലിസിറ്റിയിൽ ഒന്നുമില്ലാതെ ജീവിക്കുകയാണെങ്കിലും എപ്പോഴും നൽകാൻ പറ്റുന്ന ഒരു കഴിവും വരുന്നു. ഏതൊരു സിറ്റുവേഷനിലും എൻ്റെ ഉള്ളിൽ നിന്നും ആ സ്നേഹം നൽകാനുള്ള കപ്പാസിറ്റി കൂടി 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 വരുന്നതായിട്ട് നമുക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും. മറ്റുള്ളവർ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റിലും യഥാർത്ഥത്തിലുള്ള ഒരു ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീഷണർക്ക് നൽകാൻ സാധിക്കും. തൻ്റെ പ്രസൻസ് കൊണ്ട് അവിടെ ഹാപ്പിനെസ് കൊണ്ടുവരാൻ സാധിക്കും. ഇതാണ് സിംപ്ലിസിറ്റി, പ്യൂരിറ്റി, സ്നേഹം എന്ന അത്ഭുതം. എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.